നല്ല ഫ്രഷ്. ഓവറാക്കി ചളവാക്കുന്നല്ല അപ്പൊ ശരിക്കും ഇത്രയുണ്ട്. യൂട്യൂബിന് വേണ്ടിയല്ല. ഇത് പറിച്ചോ, ഒത്തിരി സ്ട്രോബെറി പറിച്ചിട്ട് വേണം ഒരു 3-4 ദിവസത്തേക്കുള്ള. എന്നിട്ട് നാളെ തൊട്ട് പല്ല് തേപ്പും കുളിയൊക്കെ സ്ട്രോബെറിയില്. വല്ലവരും വളർത്തിയ സ്ട്രോബെറി വന്ന് കട്ട് ചെയ്ത് തിന്നാൻ നല്ല രസമായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ഫീ $22 ആണ്. അത് വരച്ച് വെച്ച പോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെ ആയിരിക്കുന്നത്. ഇത് 1 kg ആണോ അതിന് മുകളിലാണോ എന്ന് നമുക്ക് നോക്കാം. പോയി നോക്കിയിട്ട് പേ ചെയ്ത് നമ്മൾ കഴിക്കുന്നത് അവർ ചാർജ് ചെയ്യില്ല. ജസ്റ്റ് ഇത് എല്ലാവരും കുതിരകളെയൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിസ്സ ഷോപ്പുണ്ട്, പിന്നെ ആ ഒരു കോർണറിൽ ഒരു ബോട്ടിൽ ഷോപ്പുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ചെറിയൊരു നാട്ടിൻപുറം പരത്ത് വരും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ്. സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടി പോവാണ്. പോകുന്ന സ്ഥലത്തിന്റെ പേര് തിൽമേർ. തിൽമേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഡ്നിയുടെ കുറച്ചും കൂടെ സൗത്ത് ആയിട്ട് വരും. പിക്ടൺ എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ പോപ്പുലർ ആയ ഏരിയ ആ തിൽമേർ ഭാഗത്ത്. ഈ തിൽമേർ പണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു പഴയ ഒരു റെയിൽവേ NSWയുടെ ഒരു മ്യൂസിയം ഒക്കെ ഉള്ളൊരു സ്ഥലം. നല്ലൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തിൽമേർ. കുറച്ചും കൂടെ ഗ്രാമം അങ്ങനെ ഒരു ഏരിയ ആണ്. നല്ല രസമുള്ള സ്ഥലം. അപ്പൊ ഞങ്ങള് ഇപ്രാവശ്യം പോകുന്നത് അവിടുത്തെ സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇച്ചിരി മഴയാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ മഴയാണ്. ഞങ്ങൾ 11 മണിക്കാണ് ബുക്ക് ചെയ്തത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9:30 ആയപ്പോൾ ഇറങ്ങി. ഇനി ഒരു 10-20 മിനിറ്റിൽ നമ്മൾ എത്തും അവിടെ. 11 മണിക്ക് ആണ് സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കോഫി ഇല്ല, കാരണം അതൊരു ഫാമാണ്, സ്ട്രോബെറി ഫാമാണ്. അപ്പോ പെറ്റ്സ് അലൗഡ് അല്ല എന്നാണ് ഞങ്ങക്ക് വായിച്ചപ്പോ മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കോഫി കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങള് 2 പേരും ഉണ്ട്. അപ്പൊ നമ്മൾ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങള് അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇതാണ് പിക്ടൺ ടൗൺ. ചെറിയൊരു ടൗൺ ആണ്. നല്ല രസമുള്ള ഒരു ടൗൺ. അശ്വിൻ പണ്ട് നമ്മൾ വന്നപ്പോഴേ ഈ കടയിൽ നമ്മൾ കഴിച്ചത്. ഞങ്ങള് ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ചെറിയൊരു Airbnb-യിൽ നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് തിൽമേർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്, നമ്മുടെ ഫാമിന്റെ ഭാഗത്തോട്ട്. ഇവിടെ ഇങ്ങോട്ടാണോ ലെഫ്റ്റോ റൈറ്റോ? ആദ്യത്തിന് പുറകിൽ വണ്ടി. നമ്മള് ഓൾമോസ്റ്റ് എത്തി. ഇപ്പൊ മെയിൻ റോഡിൽ നിന്ന് ആ ഫാമിലോട്ട് പോവാണ്. ഒരു മണ്ണ് റോഡാണ് പോകുന്ന വഴിക്ക്. ഭാഗ്യത്തിന് ഇവിടെ അത്ര വലിയ മഴ ഇല്ല. അത്ര വലിയ നല്ല മഴ പെയ്ത് കിടക്ക് തന്നു. രാവിലെ എങ്ങോട്ടോ പെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ വലിയ സീനില്ല. ഇതാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തിയേ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ബെറിലിഷ്യസ് സ്ട്രോബെറി തിൽമേർ, അതാണ് ലൊക്കേഷൻ. ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് $22 ആണ്. പിന്നെ നമ്മൾ പിക്ക് ചെയ്യുന്ന സ്ട്രോബെറി നമുക്ക് കൊണ്ടുപോകാം, പക്ഷെ കാശ് കൊടുക്കണം. ഇത് എൻട്രി ഫീ ആണ് $22. പിക്ക് ചെയ്യുന്ന സ്ട്രോബെറീസിന് കിലോയ്ക്ക് $25 വെച്ചിട്ട്. പുറത്തേക്കാട്ടിലും ലാഭമാണ്. കുറച്ചും കൂടെ നമ്മൾ പിക്ക് ചെയ്തതാണ്. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബെറീസേ നമ്മൾ പിക്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. നല്ല രസമുള്ളൊരു തുടക്കം. ഇതിങ്ങനെ ഒരു ഗ്രീൻ ഹൗസ് പോലത്തെ ഒരു രീതിയിലാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മഴ പെയ്താലും കുഴപ്പമില്ല, ക്ലോസ്ഡ് ആണ്. So if you only want to eat, no problem. If you want to pick a little bit, you want to fill up the tray. I'm not telling you how much. I just ask not to waste. Yeah. Okay. Yeah. There's been a lot of rain. So there's gonna be the fruit is not as strong as winter fruit. Don't pick a lot for a month. Yeah. Pick for 3-4 days. Right. All right. I'd rather you pay less and don't get disappointed. Okay. So these plants are very, very fragile. If you try to snap them off, the plant will break. Oh, okay. yeah. If it cracks from the center, the plant is dead. Okay. Right? You see, this mold is from the amounts of water in the air. I ask only cut. Now strawberries must be red all over.
preferably redder than this. Okay. And they'll be very, very nice. If they're still half ripe, they're not tomatoes. They will not go red in your fridge. They don't last longer. Okay. Alright, here you go. Thank you. If you need any help, any issue, just call me. Please Yeah. make sure you use the scissors. And I do recommend go for color, not size. That's yeah. where the flavor Oh is. yeah, Alright? yeah. Thank you. അപ്പം നമ്മൾ ഫാമിൻ്റെ അകത്തെത്തിയ ഇങ്ങനെ ഒരു ഗ്രീൻ ഹൗസ് പോലത്തെ രീതിയിലാണ്. അപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഒരു മാസത്തേക്കൊന്നും പറിച്ചിട്ട് പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല, ഫ്രിഡ്ജിൽ ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇടാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് 3-4 ദിവസത്തേക്കുള്ളത് പറിക്കുക, അതായിരിക്കും കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കരുത്, ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫ്രജൈലാണ്. അപ്പോൾ ഈ തണ്ടൊക്കെ ഒടിഞ്ഞു പോകും. അപ്പോൾ അതിനാണ് നമുക്ക് കത്രിക തന്നിരിക്കുന്നത്, അത് വെച്ച് കട്ട് ചെയ്യുക. പിന്നെ സൈസ് നോക്കി പോകരുത്, കളർ നോക്കി പോവുക. ഈ ഒരു കളർ നോക്കി പോവുക. ഇതിൽ ഇതിനും പച്ചയായിട്ടുള്ളത് എടുക്കരുത്, കാരണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷൻസ്. അപ്പം നമുക്കിതാ പറിക്കാൻ പോകാം. അശ്വിന് എനിക്കിതിലെ ഇവിടെയൊക്കെ നടക്കാം, അശ്വിന് ഇതിലേക്കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. തല വിട്ടു. നല്ല സ്ട്രോബറീസ്. നമുക്ക് ഇവിടുന്ന് പറിക്കുന്നത് നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കുകയൊക്കെ ചെയ്യാം. ഹായ് നോക്കി, ഇത് പറിച്ചോ, നല്ല രസമുണ്ട്. ഇത് കുഴപ്പമില്ലല്ലേ? അടിപൊളി. അത് അവിടെ ഉണ്ട്, ആ വലുത്. ഇതാ അല്ല റൈറ്റ് സൈഡിലുള്ള. ഇത് ഭയങ്കര വലുതാ. എഴുത്താണോ? മോൾഡ് ഉണ്ടോ നോക്കേ? ചിലതിൽ താഴെ ഒരു മോൾഡ് ഉണ്ടാവും. മഴ ഇച്ചിരി ചീത്തയായിട്ടുണ്ട്. കുഴപ്പമില്ല. ആ അതിന്റെ സൈഡിലുള്ള ആ റൈറ്റിലുള്ള കുറച്ചുകൂടെ ഗോ ഫോർ കളർ നോട്ട് ഫോർ സൈസ്. ഇതൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ പക്ഷെ ഇച്ചിരി മോൾഡുണ്ട് അതിൽ. നല്ലതുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇച്ചിരി മോൾഡുണ്ട്. ചീഞ്ഞു പോയിട്ടുണ്ട്, അത് കണ്ടിട്ട്. ആൾക്കാർ കഴിക്കുന്ന ഇത് ഫുള്ള് നോക്കണേ. എൻ്റെ സൈഡിൽ ചിലപ്പോൾ മോളുണ്ടാവും. ഇത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പം നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഈ സാധനം മഴ കാരണമാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതിനകത്ത് ഇച്ചിരി ഒരു പൂപ്പല് പോലെ. ഇത് ഫുള്ള് പൂത്തുപോയത് ഈ ഫ്രണ്ടിലുള്ളത്. ഇതല്ലേ? ഇത് കണ്ടില്ല. ഇതും ഇങ്ങനെ പൂപ്പലുണ്ട്. അപ്പം അത് നോക്കിയെടുക്കണം. പിന്നെ ചിലത് ഭയങ്കര വലിയ സൈസ് ഉള്ളതുണ്ട്. നേരത്തെ ഉണ്ട് അല്ല, ഒത്തിരി വലുതാണെങ്കിൽ യൂഷ്വലി പൂപ്പലുണ്ടാവും. കാരണം നമുക്ക് ഇവിടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല മധുരമുണ്ട്. ഞാൻ 2 കഴിച്ചു. നല്ല ടേസ്റ്റാ. ഇത്രയും ടേസ്റ്റ്, ഇത്രയും മധുരം. സ്ട്രോബെറിക്ക് ഒരു ചെറിയ പുളിയുണ്ടല്ലോ. ഇത് നല്ല മധുരല്ലേ? നല്ല ഫ്രഷ്. ഓവറാക്കി ചളവാക്കുന്നല്ല. അപ്പൊ ശരിക്കും ഇത്ര ഉണ്ട്. യൂട്യൂബിന് വേണ്ടിയല്ല, യൂട്യൂബിന് വേണ്ടി. എനിക്ക് അല്ല മധുരമുണ്ട്, ഞാൻ കഴിച്ചായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അശ്വിന് നേരെ നിക്കാൻ പറ്റുന്നില്ല, നട്ടല് നിവർത്തി നിക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അശ്വിന് ഇതെടുക്ക, ഇത് കൊള്ളാം. ഇപ്പൊ കഴിക്കാം. അല്ല അത് ചീഞ്ഞു. ഇതുണ്ടോ എവിടെ? അയ്യോ ശരിയാ, കയ്യിലൊക്കെ നല്ല ചിലതൊക്കെ ഇതുണ്ട്. ഇത് കണ്ട്, ഇത് ഇച്ചിരി പിന്നെയും പൂപ്പല് പിടിച്ചത്. അങ്ങനത്തെയൊക്കെ നോക്കിയെടുക്കണം. പക്ഷെ ചിലതൊക്കെ അടിപൊളിയാണേ. നല്ല മധുരമുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഒരു ഇതും ഇല്ല. കഴിച്ചോക്ക്. ഒത്തിരി സ്ട്രോബെറി പറിച്ചിട്ട് വേണം ഒരു 3-4 ദിവസത്തേക്കുള്ള. എന്നിട്ട് നാളെ തൊട്ട് പല്ല് തേപ്പും കുളിയൊക്കെ സ്ട്രോബെറിയില്. പല്ലൊക്കെ റെഡായോ? അല്ലല്ലേ, ഞാൻ വിഷനിയായിന്ന്. ഹായ് വിഷൻ, എന്റെ പല്ല് റെഡായോ? എനിക്ക് തോന്നിയതല്ലേ. ഇത് രസാ, ആക്രാന്തം. അതെ, ഇനി ആര് സ്ട്രോബെറി എന്ന് പറയാം. ഇത് നോക്കി, ഇതിന്റെ കളർ നോക്കി. ഇത് അടിപൊളി കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറൂൺ കളർ. അത്
ഇതാണ് ഇപ്പൊ കഴിച്ചു. അവസാനം അല്ല കൊണ്ടോ ഇത് പറിച്ചു. ഇത് അടിപൊളി. ഇത് വെച്ചാൽ പിന്നെ അതിന്ന് കേടായി പോയി. അപ്പൊ ഇച്ചിരി അധികം അത് അടിപൊളിയായിട്ടല്ലേ, ഫ്രഷ് ആയിട്ട് കഴിക്കുന്നു. ഫ്രഷ് പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോബെറി പോലെ ശരിക്കും ഒരു ഇതും ഇല്ല. പ്ലാസ്റ്റിക് ശരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു അല്ലേ. ഭയങ്കര എന്നിട്ട് ഓ എന്ന് പറഞ്ഞ ഒറ്റ കഴിപ്പ്. എനിക്ക് നല്ല മെറൂൺ കളർ സ്ട്രോബെറി. ശരിക്കും അടിപൊളി കേട്ടോ. ഇതെടുക്കാവേ. അത് ഇച്ചിരി കുറഞ്ഞ അല്ല അത്ര പിങ്ക് ആയിട്ടില്ലല്ലോ. നോക്ക് കളർ നോക്ക്. അതിന്റെ ഇപ്പുറത്തുള്ള നോക്ക്. ഞാൻ ഓൾമോസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ റെഡ് ആയിട്ടുള്ളത്. ഇത് നല്ല റെഡ് ആണ്. ആദ്യം കൈകൊണ്ട് ഒന്ന് കറക്കി നോക്കാം. നീ നേരെ കട്ട് ചെയ്യാം. ഇതോ ഒന്ന് ഫുള്ള് ട്വിസ്റ്റ് നോക്ക്. നല്ല ഇങ്ങോട്ടൊന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. ചിലതുണ്ടല്ലോ, ചിലതിന് നല്ല മധുരമാണ്. പക്ഷെ അതിന് ഒത്തിരി വലുതായിട്ടുള്ളതല്ല. ഓൾമോസ്റ്റ് ഒരു മീഡിയം സൈസ് ഉള്ളതിനൊക്കെയാണ് നല്ല മധുരം. ഒത്തിരി വലുതായതിന് അത്ര വലിയ മധുരമില്ല. കളർ ഉണ്ടാവും പക്ഷെ മധുരം ഉണ്ടാവില്ല. അങ്ങനെതാ നമ്മൾ ഇത്രയൊക്കെ പറിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി പറിക്കാം അല്ലേ? ചെറുതും പറിക്കാം. ഓ കുത്തുന്നു. ഫുള്ള് നോക്കണേ. പക്ഷെ ചെറുതാണ്, പക്ഷെ മധുരം ഉണ്ടാവും. ഇതും ഇത് പക്ഷെ വലുതാണ്. ഇതെടുക്കട്ടെ. എനിക്ക് വലുത് കാണുമ്പോൾ പറിക്കാൻ തോന്നും. പക്ഷെ ചീഞ്ഞിട്ടുണ്ടോ? ഇല്ല ചീഞ്ഞിട്ടില്ല. ഇത് മതി കേട്ടോ. ഇത് ഒത്തിരി ഉണ്ട്. രസമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ അത് പറിക്കാം അല്ലേ. എത്രയെന്ന് കഴിക്കും ഇനി. ഇപ്പൊ തന്നെ ഞങ്ങളൊരു രണ്ടുപേരും ഓരോ 10 വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. വല്ലവരും വളർത്തിയ സ്ട്രോബെറി വന്ന് കട്ട് ചെയ്ത് തിന്നാൻ നല്ല രസമായിരിക്കും. ചിലതൊക്കെ ഇങ്ങനെ പച്ചയാണേ. ഇതൊന്നും നമ്മൾ പറിക്കാൻ പാടില്ല. ഇതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ. ചിലതൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ. ഇതൊക്കെ കറക്റ്റ് സൈസാണ്, കറക്റ്റ് കളറുമാണ്. നല്ല മധുരം ഉണ്ടാവും. ഇതിനൊക്കെ നല്ല മധുരം ഉണ്ടാവും. സൈസ് അധികം ഇല്ലെങ്കിലും നല്ല മധുരമുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലത് ഇതിപ്പോൾ ഭയങ്കര വലുതാണ്. ഇതിനങ്ങനെ വലിയ മധുരം ഉണ്ടാവും, പക്ഷെ അത്രയ്ക്ക് ചെറുതിൻ്റെ അത്ര മധുരം ഉണ്ടാവില്ല. കാരണം അത് ഒത്തിരി മൂത്ത് പോയി. ഇതും വലിയ കുഴപ്പമില്ല. നോക്കി എന്ത് വരച്ച് വെച്ച പോലെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെ ആയിരിക്കുന്നത്. കാണിച്ചേ എത്രയെന്ന് നോക്കി. ഓ ഇത്ര മതിയല്ലേ. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും സിഡ്നിയിലുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് സ്ട്രോബെറി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ഫീ $22 ആണ്. അത് പല പല സീസണിൽ പല പല ചെറുതായിട്ടൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വായിച്ചു ഇതിനകത്ത് എൻട്രി ചാർജിന്. അതുപോലെ സ്ട്രോബെറിക്ക് ഇപ്പോൾ $25 പെർ kg. അത് കുറച്ച് സീസണിൽ ഇച്ചിരി പ്ലസ് ഓർ മൈനസ് കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് കേട്ടത്. അപ്പം നമ്മൾ എത്ര പിക്ക് ചെയ്ത് 1 kg ആണോ അതിന് മുകളിലാണോ എന്ന് നമുക്ക് നോക്കാം. പോയി നോക്കിയിട്ട് പേ ചെയ്ത് നമുക്ക് സാധനം മേടിക്കാം. Sorry. Honey, it's Euro box honey. Euro box is the type of eucalyptus. It comes from the desert. Okay. You can taste it if you like. Yeah, do you have it? You want to use it? Honey? Is it like crystallized because of which it's It is crystallized. Okay. It's just very, very fine grains, so Alright. it looks like cream, but it's not. It's just frozen. This honey, when it crystallizes, it becomes like sugar. This one feels like a spread. How much is a bottle? 24 for half kilo, 40 for 1 kilo. Yeah, I'll take the smaller one. Yeah. Your strawberries today are 32.
When you get home, the strawberry goes straight in the fridge, preferably in a plastic container. Oh yeah. And don't wash them because they absorb water. They go very sensitive to temperature and moisture. Okay. There's a bin there for the stick. Thank you. Thank you so much. Have a good one. Thank you. Oh, that's nice. Oh sorry. Thank you. അപ്പോൾ ഇവർക്ക് ഉണ്ടോ 1 2 3 4 അങ്ങനെ 4 ഗ്രീൻ ഹൗസിലായിട്ടാണ് ഇവർ സ്ട്രോബെറീസ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കൊള്ളാം അല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞത് നമ്മൾ ഫ്രിഡ്ജിൽ ചെന്നിട്ട് സ്ട്രോബെറി വാഷ് ചെയ്യരുത്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, വാട്ടർ അബ്സോർബ് ആവും, എന്നിട്ട് പെട്ടെന്ന് ചീത്തയാവും. കാരണം ഇത് ഓർഗാനിക് ആണ്, ഒരു പെസ്റ്റിസൈഡ്സ് ഒന്നും ഇട്ടിട്ടില്ല, പിന്നെ ഇങ്ങനെ കവേർഡാണ്. അപ്പോൾ അങ്ങനെ വേറെ ചെളിയോ കാര്യങ്ങളൊന്നും ഇല്ല. വാഷ് ചെയ്ത് പിന്നെ അത് ചീത്തയായി മോൾഡ് പിടിക്കുന്നതിലും നല്ലതാണ് നമ്മൾ അല്ലാണ്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ്. നല്ലായിരുന്നല്ലേ? കുറേ കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വന്നിട്ട് ഇവിടുന്ന് ഇത് മൊത്തം കഴിച്ച് വയറ് നിറയ്ക്കാനുള്ള അത്രയ്ക്കും ഉണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്നത് അവർ ചാർജ് ചെയ്യില്ല. ജസ്റ്റ് ഇതിപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 1.4 kg ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹണിയും കൂടി എടുത്തു. നോക്കട്ടെ, അത് ഹണി നോക്കട്ടെ. ഇത് എന്ത് ഹണിയാ? Wondrous honey. വോണ്ടർ ഹണി. ഇതെന്താന്നാ പറഞ്ഞ? ഡെസേർട്ടിലുണ്ടാക്കുന്നത്. ഡെസേർട്ടിലോ? ഡെസേർട്ട്. ഓക്കെ, ഡെസേർട്ട് മറ്റേ മരുഭൂമി ഹണി ഉണ്ടോ? അത് നമുക്ക് വല്ല സ്പ്രെഡൊക്കെ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്പ്രെഡ് പോലെ യൂസ് ചെയ്യാം. കുറച്ച് കട്ടിയുണ്ട്. അങ്ങനെ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പ്രെഡ് പോലെ വല്ല ജാമിലൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്ന സാധനം. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വല്ല സ്മോൾ ടൗൺ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാട്ടോ. ഈ തിൽമേർ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഉള്ളിലുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ വീടുകളൊക്കെ ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു 1 floor ആയിരിക്കും. അപ്പാർട്ട്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല അവിടെ. നമ്മൾ ശരിക്കും 22. നമ്മളിപ്പോ 22 ഇതിന് എൻട്രി ഫീ, പിന്നെ നമ്മൾ പറിച്ച സ്ട്രോബെറിയുടെ വില അങ്ങനെ. പക്ഷെ നമ്മൾ 11 മണിക്ക് കയറിയിട്ട് 11:30 അല്ലേ? 11:35 ആയപ്പോഴത്തേനും നമ്മൾ ഇറങ്ങി. കാരണം അത് ക്ലോസ്ഡും കൂടെ ആയതുകൊണ്ട് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അധികം അല്ലെ പിന്നെ ഒത്തിരി ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത്, ഞാൻ വീഡിയോയും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ 11:30 ആയപ്പോഴത്തേനും ഇറങ്ങി. ഒരു 35 മിനിറ്റ് നമ്മൾ എടുത്തുള്ളൂ. കാരണം അത്രയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. അല്ലെ പിന്നെ നമ്മൾ ഒത്തിരി സ്ട്രോബെറി പറിക്കുന്നവരായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഫാംസ് ഉണ്ടാവില്ല. അതാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറെ ഫോട്ടോസും അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാം. ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അത്ര തന്നെ ആയിരിക്കും, നമുക്ക് അത്ര നേരം എടുത്തുള്ളൂ കേട്ടോ, ഒരു 35 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ 11:45 ഉള്ളൂ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ചോദിച്ചു ഓക്കെ ഈ ഭാഗത്ത് എവിടെയും ഇവിടെ ഈ ഭാഗം ഞങ്ങൾ ഓൾറെഡി ഒരിക്കൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പിറ്റൻ ഏരിയ ഒക്കെ ഞങ്ങൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഇതിന്റെ അടുത്ത് വേറെ ഒരു സ്മോൾ ടൗൺ ഉണ്ട്. എന്താ പേര്? ടാമൂർ. പിന്നെ ബക്സ്റ്റൺ എന്ന് തോന്നുന്നു. ടാമൂർ ബക്സ്റ്റൺ എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട്. നോക്കിയാലോ, ഇവിടെ ഉണ്ടല്ലോ കുതിരകളെ ഇതെല്ലാം കൊണ്ട് ട്രെയിൻ ചെയ്യാൻ തോന്നുന്നു കേട്ടോ. കാണാൻ പറ്റുമോ ഇത്? നോക്കാം. എന്തായാലും ഈ വഴി പോകുന്ന നമുക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല. കുതിരേനെ ട്രെയിൻ ചെയ്യുന്നതാണോ അതോ റേസ് ആണോ പ്രാക്ടീസ് ആണോ എന്താണെന്നറിയില്ല. നോക്കാം. എല്ലാവരും കുതിരകളെയൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കുതിരയില്ല, ഒരു പട്ടിയുണ്ട്, അവനെ കൊണ്ടുവരായിരുന്നു. ഹൈ കുതിരയിലൊക്കെ പോകുന്നു. അതാ സൈഡില് ഒരു കുതിരയുടെ കുറെ കുതിരകളെല്ലാം കൊണ്ട് ഇറക്കിയിട്ട് അതിന്റെ ട്രെയിനിങ് ആണോ പ്രാക്ടീസ് ആണോ റേസ് അല്ല എന്തായാലും തോന്നുന്നു. പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എന്തോ ആയിരുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ നോക്കിയത്. പക്ഷെ അത് ഗേറ്റ് ക്ലോസ് ചെയ്തു. പക്ഷെ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കാണാം കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ വലിയ കുതിരയും കൊണ്ടൊക്കെ വന്നേക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നാൽ നമ്മൾ നേരെ ഇപ്പൊ ടാമൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണിലോട്ട് പോവാണ്. അവിടെ കാണാനൊന്നും ഇല്ല. ഞങ്ങൾ അവിടെ പോയിട്ടെന്ന് സ്മോൾ ടൗൺ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വീക്ക്നെസ് ആണ്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും കഫേന്ന് നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ ഇതാണ് ടാമൂർ
ആ ഒരു ടൗൺ കുറച്ച് അപ്പുറത്തൊക്കെ ഇവിടെ പോലീസൊക്കെ ഉണ്ട്. അപ്പുറത്ത് ആൽഡി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെട്രോൾ പമ്പ്. ഇതാണ് ഇവിടെ ഉള്ളത്. ചാമൂർ ആ ഒരു സ്മോൾ ടൗണിൽ പോയില്ലേ, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു. പക്ഷെ അവിടെ അങ്ങനെ നല്ലൊരു ക്യാഫെ ഒന്നും കണ്ടില്ല. അപ്പം ഞങ്ങൾ തിൽമേർ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ തിൽമേർ ഒരു ചെറിയൊരു സ്മോൾ ടൗൺ ആണ്. അതിൻ്റെ ചെറിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളു. പക്ഷെ ഇവിടെ ഒരു NSW റെയിൽ മ്യൂസിയം ഉണ്ട്. അത് നമ്മുടെ ഈ പുറകെ കാണുന്നൊക്കെ ആയിട്ടാണ് റെയിൽ മ്യൂസിയം. ഇപ്പം ഞങ്ങൾ പോകുന്നില്ല, കാരണം ഞങ്ങൾ പണ്ടൊരിക്കൽ പോയതാണ്. അത് നല്ല രസമുള്ളൊരു മ്യൂസിയമാണ്. പണ്ടത്തെ ട്രെയിൻസും പിന്നെ ഒരു പണ്ടത്തെ ട്രെയിനിൽ കയറിയിട്ടുള്ളൊരു റൈഡൊക്കെ ഉണ്ടായി അത് അവിടെ. ഇപ്പം നമ്മളവിടെ പോകുന്നില്ല. അപ്പം ഞാൻ ഈ ചെറിയൊരു സ്മോൾ ടൗൺ കാണിച്ചു തരാം. ഇവിടെ അധികം ഒന്നും ഇല്ല കേട്ടോ. കണ്ടോ, അവിടെ ഒരു വെറ്റ് ക്ലിനിക് ഉണ്ട്, വെറ്റിനറിയൻ ഉണ്ട്, പിന്നെന്തോ ഒരു മെഡിക്കൽ സംഭവം ഉണ്ട്. അപ്പോൾ ഈ ഒരു കാഫേ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നത്. അശ്വിൻ അങ്ങോട്ട് നടക്കുന്നത് ഓഫ് ദ റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു കാഫേ ഉണ്ട്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ NSW റെയിൽ മ്യൂസിയം ഉള്ളതുകൊണ്ടാണ് റെയിൽ ഓഫ് ദ റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു കാഫേ. പിന്നെ ഒരു മെഡിക്കൽ സെൻറ്റർ ഉണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റ്, പിന്നെ ഒരു പിസ്സ ഷോപ്പുണ്ട്, പിന്നെ ആ ഒരു കോർണറിൽ ഒരു ബോട്ടിൽ ഷോപ്പുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ചെറിയൊരു നാട്ടിൻപുറം പോലത്തെ ഒരു വൈബ്. അപ്പം നമുക്ക് കാഫേയിലോട്ട് പോവാം. ഓഫ് ദ റെയിൽ. അവിടെ പുറത്തിരിക്കാനുള്ള സീറ്റിംഗും ഒക്കെ ഉണ്ട്. കഴിക്കാനുണ്ടായിരുന്നേ കുറച്ച് ചിക്കൻ, പിന്നെ ബർഗർ, സോസേജ്, പിന്നെ റോസ്റ്റഡ് വെജീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറെ ചിക്കൻ കാര്യങ്ങൾ, റോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്മോൾ ടൗണിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ വേറെ ഒരു ഫീലാട്ടോ. എന്ന് വെച്ചാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെയും ഈ കഫേയുടെ പുറത്തിരിക്കാനുള്ള ഒരു സീറ്റിംഗ് പോലെ രസമുണ്ട്. ഒരു ഗറാജ് അല്ലെങ്കിൽ ഔട്ട്ഡോർ, ഗറാജ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഗറാജ് പോലെ അത്രയും മെസ്സി അല്ല, പക്ഷെ നല്ലൊരു ഔട്ട്ഡോർ സ്പേസ്. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് കൊള്ളാലോ, ഇതിനകത്ത് ഇരുന്ന് കഴിക്കാലോ. മോളി വല്ല പാമ്പുണ്ടാവോ? നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ഒന്ന് ചിക്കൻ മെൽറ്റും ഒന്ന് ബീഫാണ്, പിന്നെ കുറച്ച് റോസ്റ്റഡ് വെജിറ്റബിൾസും. എങ്ങനെയുണ്ട്? ഡ്രൈ ആണോ? പക്ഷെ കണ്ടാൽ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. പൊട്ടേറ്റോ, ഇതൊന്ന് സ്വീറ്റ് പൊട്ടേറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. സുക്കീനി, പൊട്ടേറ്റോ, ക്യാരറ്റ്, അതൊക്കെ. ഞാൻ പ്രതീക്ഷിച്ച ടേസ്റ്റ് ഒക്കെ തന്നെ. റോസ്റ്റ് വെജിറ്റബിൾസ് അല്ലേ ഇത് കൂടുതലുണ്ട് ടേസ്റ്റ് വരാൻ. നല്ല ടേസ്റ്റ്. എനിക്ക് ഡ്രൈ ആയിട്ട് തോന്നില്ല കേട്ടോ. കഴിച്ചോ? ഇവിടെ നമ്മളിപ്പോൾ കഴിച്ച ആ ഒരു ഓൺ ദ റെയിൽ കാഫേ ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു പാർക്ക്. അപ്പോൾ നോക്കിയപ്പോൾ അത് മെമ്മോറിയൽ പാർക്കാണ്. World War I World War II ഇവിടുത്തെ ഈ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഓണർ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പാർക്ക് അത്. The boy war, World War I, Vietnam War, World War II അപ്പുറത്തുണ്ട്. Their sacrifice shall be remembered forevermore. World War II, Korean War, Afghanistan, Australian Nursing Services, Australian United Nations Peacekeeping, Borneo, Malaya, Vietnam War. അങ്ങനെ മഴയൊക്കെ പെയ്തു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇപ്പം മഴ പെയ്ത് തോർന്നു, നല്ല ക്ലൈമറ്റ്. തണുപ്പുണ്ടോ വെച്ചാൽ തണുപ്പുണ്ട്, അങ്ങനെ ഭയങ്കര തണുപ്പൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പ്. നല്ല പ്ലസന്റ് ആണ്.
അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക കേട്ടോ. അപ്പൊ ഈ ഒരു പിക്ചർ ഏരിയ, തിൽമേർ ഏരിയ എന്നൊക്കെ പറയുന്നത് വൊളണ്ടിയർലി കൗൺസിലിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലം കേട്ടോ. കുറച്ച് ഉള്ളിലാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സ്മോൾ ടൗൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുറച്ചും കൂടി നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അധികം തിരക്കും ബഹളവും ഒന്നും ഇല്ലാത്തൊരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. കണ്ടില്ല എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു പറയാ ഡ്രൈവ്. മഴ കഴിഞ്ഞ് തീർന്നതേ ഉണ്ടായിരുന്നുള്ളേ. നമ്മള് ഇപ്പോ സീ ക്ലിഫ് ബ്രിഡ്ജിന്റെ സൈഡിലുള്ള ഒരു ലുക്ക് ഔട്ട് വന്ന ഭയങ്കര കാറ്റാണ്. അതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മഴ കഴിഞ്ഞ് വന്നോണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനും. പക്ഷേ ഉണ്ടല്ലോ, കാറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കാറ്റായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഡ്രോൺ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ എത്തിക്കലും. ഡ്രോൺ പറപ്പിക്കാവുന്ന ഒരു സിറ്റുവേഷനേ ആയിരുന്നില്ല. കാറ്റ് കണ്ടില്ലേ? കാറ്റില്ല, ഡ്രസ്സൊക്കെ അങ്ങനത്തെ കാറ്റാ. അധികം അങ്ങോട്ട് പോട്ടെ, രക്ഷയില്ല. അതിന്റെ അറ്റത്ത് പോലും നിൽക്കാൻ പേടിയാവുന്നു. നമ്മള് അവിടെ നിങ്ങൾ പോകുന്നേ ഭയങ്കര കാറ്റായിരുന്നില്ല ആ ലുക്ക് ഔട്ട് പോയിന്റിന്റെ അവിടെ. ഇപ്പൊ നമ്മൾ പോകുന്നത് സീ ക്ലിഫ് ബ്രിഡ്ജിന്റെ മുകളിൽ ഡ്രൈവ് ചെയ്താൽ പോകുന്നത്. ഇവിടെ നല്ലൊരു ലുക്ക് ഔട്ട് പോയിന്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര മഴയും കാറ്റും ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ജസ്റ്റ് ആ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ സീയുടെ മുകളിൽ കൂടെ അവർ പണിതേക്കുന്ന ബ്രിഡ്ജാണ്. അതിലെ കൂടെ ജസ്റ്റ് ഒന്ന് പോവാം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. മുകളിൽ നിന്നുള്ള ലുക്ക് ഔട്ട് പോയിന്റ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. എനിവേ, ഇതാണ് സംഭവം. ഈ ഒരു സീ ക്ലിഫ് ബ്രിഡ്ജ് 2 കോസ്റ്റൽ ടൗണിനെ കണക്ട് ചെയ്യുന്നതാണ്. ക്ലിഫ്റ്റൺ എന്നും കോൾ ക്ലിഫ് എന്ന് പറഞ്ഞ 2 ടൗണിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. 456 മീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ്ത്. പിന്നെ ഇതിന്റെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ ലോറൻസ് ഹാർഗ്രീവ് ഡ്രൈവ് ബ്രിഡ്ജ് എന്നും പറയാറുണ്ട്. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ സ്ട്രോബെറി പിക്കിങ്ങും പിന്നെ അതിന്റെ പരിസരത്തുള്ള ചെറിയ സ്മോൾ ടൗൺ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.